ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് മലയാളം. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മീഷോന്ന് വാങ്ങിച്ച അണ്ടർ 300 റുപ്പീസിന് വാങ്ങിച്ച അടിപൊളി കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. ഞാൻ വാങ്ങിച്ചത് മുഴുവൻ 260 അല്ലെങ്കിൽ 290 300 അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് 300ലും കുറവായിട്ട് നല്ല മെറ്റീരിയൽ വരുന്ന കുറച്ച് കുർത്തി സെറ്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും സെറ്റ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും എന്നെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ആദ്യത്തെ പീസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി സെറ്റാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കുർത്തീസിനും ഔട്ട് ഓഫ് 10 ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇത് വിത്ത് ദുപ്പട്ടയോടെ വരുന്നതാണ്. ഒരു ബോട്ടം പ്ലസ് ദുപ്പട്ടായി കൂടി ഉണ്ട്. ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചെക്ക്ഡ് ബോട്ടം ആണ്. നമ്മുടെ പെൻസിൽ ടൈപ്പ് പെന്നാണ് കേട്ടോ. എലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പാൻറ്റിനായിക്കോട്ടെ ഷോളിനായിക്കോട്ടെ ടോപ്പിനും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഷോൾ ആൻഡ് മറ്റേ നമ്മുടെ ബോട്ടോ. അതാണ് കുർത്തി സെറ്റിന്റെ ഹൈലൈറ്റ് നോക്കാം. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ നമുക്ക് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ബോട്ടത്തിന്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു എന്തൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താഴെ ഈ ബോട്ടത്തിന്റെ ഓരോ പീസസ് വെച്ചിട്ട് ഒരു ഹൈലൈറ്റിംഗ് കൊടുത്തിട്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോൺ വർക്കാണ്. സ്റ്റോൺസ് ഒന്നും ഇളകി പോയിട്ടില്ല. ഞാൻ വിചാരിച്ച സ്റ്റോൺസ് ഒക്കെ ഇളകി പോയിട്ടായിരിക്കും വരികയാണ്. സ്റ്റോൺസ് ഒന്നും ഇളകി പോയിട്ടില്ല. നല്ലൊരു കുർത്തി തന്നെയാണ് കേട്ടോ. നമുക്ക് ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഔട്ട് ഓഫ് 10 ഞാൻ ഇതിന് കൊടുക്കുന്നത് 10 തന്നെയാണ് കേട്ടോ. നല്ല ടോപ്പാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയ അടിപൊളി ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ഒരു കുർത്തിയാണ്, കോട്ടൺ കുർത്തിയാണ്. ഹൈലൈറ്റ് ആയിട്ട് പറയാനൊന്നുമില്ല. ഞാനിത് വാങ്ങിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നെക്കാണ് കേട്ടോ. ഇത് ഒരു കോളർ ടൈപ്പാണ് പ്ലസ് നമുക്ക് വി നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. വേറെ നോർമൽ കുർത്തീസ് പോലെ അല്ലാതെ ക്ലോത്ത് നോർമൽ ആണെങ്കിലും നോർമൽ പോലെ അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കൈ കൊടുത്തിരിക്കുന്നതും 3/4 ആണ്. ഞാനിത് ഓർഡർ ചെയ്തിരിക്കുന്ന എല്ലാം 3/4 ആണ് കേട്ടോ. അപ്പോൾ കൈൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമ്മുടെ ആ ബോട്ടത്തിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് വിയർ ചെയ്തത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ നോർമൽ ഒരു ഓർഡിനറി പാൻറ് തന്നെയാണ്. നമ്മൾ എലാസ്റ്റിക് പാൻറ് തന്നെയാണ്. ക്വാളിറ്റി അടിപൊളിയായിരുന്നു കേട്ടോ. ക്വാളിറ്റി കോട്ടൺ ആണ്. ക്വാളിറ്റി അടിപൊളിയാണ്. ഈ ഒരു പെൻസിൽ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. അപ്പം ഇതും ഔട്ട് ഓഫ് 10 ഞാനൊരു 8 കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു മറൂൺ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണുന്ന സമയത്ത് എനിക്ക് റെഡിഷായി തോന്നിയപ്പോൾ വാങ്ങിയതാണ്. പക്ഷെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി മെറൂൺ ആണ്. ഒരു ഡാർക്ക് മെറൂൺ ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ കൊടുത്തിട്ട് ഒരു ലേസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സിംപിളി നമുക്ക് കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റാണ്. ഇതും 3/4 തന്നെയാണ്. എൻഡിൽ ഈ ബോട്ടത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പാൻറ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു പാൻറ്റാണ്. എലാസ്റ്റിക് ടൈപ്പുള്ള ഒരു പെൻസിൽ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ഞാനിത് വരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കുർത്തിയാണെന്ന് പറയാം. വിലയും കുറവാണ് കേട്ടോ. വിലയും വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്കാണ് ഗൈസ്. കണ്ടോ, അടിപൊളി വി നെക്കാണ്. ആ വി നെക്ക് ഇത്തിരി നല്ല ഒരു ഗ്രാൻഡ് വർക്ക് കൊടുത്തിട്ട് ബാക്കിയൊക്കെ സിമ്പിളായിട്ട് താഴേക്കൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നെക്ക് മാത്രം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളത് വെയർ ചെയ്ത് തരുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. നോർമലാണ്. വേറെ താഴെ ഒരു വർക്കൊന്നുമില്ല. ആ ഒരു നെക്കിൽ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കാണാൻ രസമാണ്. കയ്യിലും ഒരു വർക്കും ഇല്ല കേട്ടോ. കയ്യിലും 3/4 ഹാൻഡാണ്. കയ്യിലും ഒരു വർക്കും ഇല്ല. പക്ഷെ നെക്കിൽ മാത്രം ഇതുപോലെ ഒരു ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം എന്ന് പറയുന്നത് ഒരു അടിപൊളി കളർ കോമ്പിനേഷനിൽ ഇതുപോലെ വരുന്നൊരു ബോട്ടമാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വിത്ത് ദുപ്പട്ട വരുന്ന ഒരു ഗ്രീൻ കുർത്തിയാണ് കേട്ടോ.
അപ്പം ഞാൻ എടുത്ത് മടക്കിയതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇതും വളരെ അടിപൊളിയായിട്ടുള്ളൊരു കുർത്ത സെറ്റാണ്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ നെക്ക് ഒരു വൈറ്റ് കളർ ലേസ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന എല്ലാം ഏകദേശം വി നെക്കോടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വി നെക്ക് പോലത്തെ ഒരു ഇതാണ്. ഇതിൻ്റെ കൈയും 3/4 ആണ്. എൻഡിലായിട്ടും നമുക്ക് ആ ഒരു ലേസ് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുർത്തീൻ്റെ എൻഡിലും ഇതുപോലെ വൈറ്റ് കളർ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എനിക്കിഷ്ടമായി. ഇതും ഞാൻ 10 ഔട്ട് ഓഫ് 10 9 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു വൈറ്റ് കളർ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. അത്യാവശ്യം നല്ല, നമുക്ക് 1 സൈഡ് 2 സൈഡ് ഇടാൻ പറ്റില്ല, 1 സൈഡ് ഇടാൻ പറ്റിയ ഒരു പാകത്തിലുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്, ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പാൻ്റ് ആട്ടോ. നമുക്ക് ഈ ഒരു വൈറ്റ് പാൻറ് നമുക്ക് ഏതിനും കൂടെ വേണമെങ്കിൽ മാച്ച് ചെയ്തിടാം. പിന്നെ ഈ പാൻറ്റിൽ എൻഡിൽ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഇതാണ്. പിന്നെ ഇതിന് ഇടയ്ക്ക് ഇതുപോലെ ഒരു സിൽവർ ലൈൻ ഉണ്ട് കേട്ടോ. ഒരു സിൽവർ ലൈൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ഇതിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റും. 10 നമ്മൾ 10 തന്നെ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി സെറ്റാണ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തൊക്കെ വാങ്ങിച്ചപ്പോൾ സമയത്ത് ഏറ്റവും വേസ്റ്റ് ആയിട്ട് വരും, എന്തായാലും നന്നായിട്ട് വരില്ല എന്ന് വിചാരിച്ച ഒരു സെറ്റാണ് കേട്ടോ ഇത്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്നൊരു സെറ്റാണിത്. എനിക്കിതിൽ ഓർഡർ ചെയ്ത എല്ലാത്തിലും എല്ലാ മെറ്റീരിയലിനെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഉള്ളതിൽ ഏറ്റവും വില കുറവാണ് കേട്ടോ ഇത്. ഞാൻ ഒരിക്കലും ഇത്രയും ക്വാളിറ്റിയോടെ ഇത് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അത്രയും ക്വാളിറ്റിയാണ്, അത്രയും ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു റെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രിൻ്റാണ് കേട്ടോ. ഇതൊക്കെ പ്രിൻ്റാണ്. ഇവിടെ മാത്രം ഈ ഒരു സെൻറ്റർ തൊട്ട് എൻഡ് വരയ്ക്കും എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് എന്ന് പറയുന്നത് 3/4 ആണ്. ഇതിൻ്റെ എൻഡിലായിട്ടും എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ പാൻറ് എന്ന് പറയുന്നത് പാൻറ് അടിപൊളി ക്വാളിറ്റി ഉണ്ട്. പാൻറ്റിൻ്റെ എൻഡിൽ ഇതുപോലെ പെൻസിൽ പാൻറ്റാണ്, എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ. പെൻസിൽ പാൻറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ പല ഫ്രണ്ട്സും കമൻസ് ഇടാൻ മടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ഇടാനൊക്കെ ആയിട്ട് മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ലൈക്സിലൂടെയും പറയാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ.